ഒരിക്കൽ ഗോൾഡി റോജർ എന്നൊരു പൈററ്റ് ഉണ്ടായിരുന്നു. അയാൾ സമുദ്രങ്ങൾ കീഴടക്കി. പല പോരാട്ടങ്ങൾക്കും പിന്നില് വാളേന്തിയ ധീരനായി. അങ്ങനെ അയാൾ ലോകം കണ്ട ഏറ്റവും വലിയ നിധിയായ വൺ പീസ് സ്വന്തമാക്കി. സാഹസങ്ങൾ നിറഞ്ഞ അയാളുടെ ജീവിതത്തില് നിയമപാലകർ കൈവിലങ്ങണിയിച്ചപ്പോൾ ഗോൾഡി റോജർ തിരിച്ചറിഞ്ഞു, മരണം അത് സുനിശ്ചിതമാണെന്ന്. എന്നിരുന്നാലും മരണത്തിന് വക്കില് വാൾമുനയ്ക്ക് ചുവട്ടില് ഒരു നിറപുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു, വൺ പീസ് അത് മിഥ്യയല്ല, സത്യമാണെന്ന്. വൺ പീസ് എന്ന ആനിമയെ സംബന്ധിച്ചിടത്തോളം അതിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തുടക്കം അതായിരുന്നു അത്. മരണത്തിലും ലോകത്തോട് സ്വപ്നങ്ങൾ കാണണമെന്നും സ്വന്തമാക്കാനും ജീവിക്കാനും ഇനിയുമേറെയുണ്ടെന്നും കഥാകൃത്തായ ഓരാ ഗോൾഡി റോജേഴ്സിനോട് പറഞ്ഞു വെച്ചപ്പോൾ അത് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് ഒരു തലമുറയിലാണ്. വർഷങ്ങൾക്കപ്പുറം ഇന്നും ഓരോ എപ്പിസോഡിനു വേണ്ടിയും കൊതിയോടെ കാത്തിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഒരു തലമുറ. ഈ കഥ പക്ഷേ പൈറേറ്റ് കിങ് ആയ ഗോൾഡി റോജേഴ്സിനെ കുറിച്ചായിരുന്നില്ല. ഇതിലെ യഥാർത്ഥ നായകൻ വെറുമൊരു കുട്ടി മാത്രമായിരുന്നു. വാനോളം സ്വപ്നങ്ങളുമായി തലയിലൊരു ഐക്കോണിക് തൊപ്പിയുമിട്ട് കടലിലേക്ക് പുറപ്പെട്ട ഒരു കുട്ടി, മങ്കി ഡി ലൂഫി. താൻ തോളിലേറ്റി വെച്ച സ്വപ്നങ്ങളുടെ ഭാരം വഹിക്കാൻ മാത്രമുള്ള ശക്തിയോ കഴിവോ ഒന്നും ഈ കഥയുടെ തുടക്കത്തിൽ ലൂഫിക്കുണ്ടായിരുന്നില്ല. ഹി വാസൻ ബോൺ സ്ട്രോങ് ആൻഡ് ഹി വാസൻ ബോൺ എ ഹീറോ. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങളിൽ അവൻ സ്വാതന്ത്ര്യം കാംക്ഷിച്ചു. ഒന്നിനെയും ഭയമില്ലാതെ ജീവിക്കാൻ അവൻ കൊതിച്ചു. കുറ്റബോധമില്ലാതെ ഉള്ളു തുറന്ന് ചിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. എല്ലാത്തിനുമപ്പുറം കടലിൻ്റെ അതിർവരമ്പുകളോളം സ്വന്തം ക്രൂവിനൊപ്പം സാഹസങ്ങൾ നിറഞ്ഞ ആവേശഭരിതമായൊരു യാത്രയും അവൻ ആഗ്രഹിച്ചു. വെല്ലുവിളികൾക്ക് നേരെ മുഖം തിരിക്കുന്നൊരു മനുഷ്യന് ഒരിക്കലും തൻ്റെ ഭാവി കെട്ടിപ്പടുത്താൻ കഴിയില്ലെന്ന് ഒരിക്കൽ ലൂഫി പറയുന്നുണ്ട്. വൺ പീസ് എന്ന കഥ ഏറെക്കുറെ ലൂഫിയുടെ ഈ വാക്കുകളിൽ ഉൾച്ചേർന്നാണ് പറഞ്ഞു വെക്കുന്നതും കാഴ്ചക്കാരെ പഠിപ്പിക്കാൻ ശ്രമിച്ചതും. താൻ ഒറ്റയ്ക്ക് തുടങ്ങി വെച്ചൊരു കഥയിൽ അധികം വൈകാതെ തന്നെ ലൂഫി വിരലിലെണ്ണാവുന്ന ഒരു കൂട്ടം വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ലൂഫിയെ പോലെ സ്വപ്നങ്ങളുമായി ജീവിച്ച ചിലര്, അവയിൽ പോരാളികളും ഭീരുക്കളും ഉണ്ടായിരുന്നു. ബട്ട് ദേ ഹാഡ് സംതിങ് ഇൻ കോമൺ. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കൊണ്ടു നടന്നൊരു വേദന. ആ വേദനയിലും അവർ സ്വന്തമാക്കാൻ കൊതിച്ചൊരു സ്വാതന്ത്ര്യം. ഒരിക്കലും എല്ലാം കൊണ്ടും തികഞ്ഞവരായിരുന്നില്ല ലൂഫിയും ലൂഫിയുടെ ക്രൂവും. പക്ഷേ അവർ ഒരുമിച്ചപ്പോൾ they were perfect. ആ ബോധ്യത്തിലാണ് അവർ ഗോൾഡി റോജേഴ്സ് പറഞ്ഞ വൺ പീസ് അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങി വയ്ക്കുന്നത്. വൺ പീസ് തേടിയുള്ള യാത്രയിൽ ലൂഫിയുടെ ഇടവും വലവും ചേർന്ന് നിന്ന ക്രൂ ഒരു കുടുംബമായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇനിയൊരിക്കലും താൻ തോൽക്കുകയില്ല എന്ന വിശ്വാസത്തിന് തൻ്റെ വാളുകളേക്കാൾ മൂർച്ചയാണെന്ന് കാണിച്ച സോറോയും, ഒരിക്കൽ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിക്കേണ്ടി വന്ന ഇന്ന് സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കുന്ന നാമിയും, ഭീരുവെന്ന തലക്കെട്ടിൽ നിന്നും പോരാളിയായി മാറിയ ഉസോപ്പും, വിശപ്പിൻ്റെയും പട്ടിണിയുടെയും വിലയെന്താണെന്ന് തിരിച്ചറിഞ്ഞ സാഞ്ചിയും, ജീവനും മരണത്തിനുമിടയിൽ തനിക്ക് വഹിക്കാവുന്ന പങ്കെന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ ഡോക്ടർ ചോപ്പറും, പുരാതന കാലഘട്ടങ്ങളെയും ചരിത്രങ്ങളെയും മനസ്സിലാക്കാനുള്ള യാത്രയിൽ ഒരു കുടുംബത്തെ സ്വന്തമാക്കിയ റോബിനും, ഇരുമ്പിൻ്റെ ഹൃദയവും തീതുപ്പുന്ന ശൗര്യവുമുള്ള സൈബോർഗ് ഫ്രാങ്കിയും, ഒരു വാക്കിൻ്റെ വില എന്താണെന്ന് ഓർമ്മിപ്പിച്ച സ്കെൽട്ടൻ ബ്രൂക്കും, ലോയൽറ്റി എന്ന വാക്കിനൊപ്പം തൻ്റെ പേര് കൂട്ടിവെക്കാം എന്ന് പഠിപ്പിച്ച ഹെൽസ്മാനായ ജിൻബിയും, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ലൂഫിയുടെ കപ്പലിൽ ഒരുമിച്ചപ്പോൾ വി സോ എ ഫാമിലി. രക്തബന്ധങ്ങൾക്കപ്പുറം മനുഷ്യരെ ഒരുമിപ്പിക്കാൻ ഈ ഭൂമിയിൽ മറ്റു പലതുമുണ്ടെന്ന് അങ്ങനെ നമ്മൾ കണ്ടു. നായക കേന്ദ്രീകൃതമായ ഒരു കഥയായിരുന്നില്ല വൺ പീസ്. അതിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടി. അതിൽ ചിലർ നമ്മളെ കരയിച്ചു, ചിലർ ചിന്തിപ്പിച്ചു, മറ്റു ചിലരാകട്ടെ പലതും പഠിപ്പിച്ചു. അതിൽ ലൂഫിയുടെ സഹോദരൻ എയ്സും, ദ ലെജൻഡ് വൈറ്റ് ബിയർഡും, ഡെഫ്ലമിംഗോയും, കൂമയും, ഗാർപ്പും ഒക്കെ ഉൾപ്പെടും. ഒരു പതിറ്റാണ്ടിനടുത്ത് സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു പറ്റം മൂല്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ കാണാൻ പഠിപ്പിച്ച 1000 നിമിഷങ്ങൾ. അതെ, ദാറ്റ്സ് വാട്ട് മെയ്ഡ് വൺ പീസ് സോ സ്പെഷ്യൽ. വൺ പീസ് ഒരിക്കലും നിധി തേടി പോകുന്നവരെ കുറിച്ചുള്ളൊരു കഥയല്ല. അതൊരിക്കലും യുദ്ധങ്ങളുടെയോ കായികക്ഷമതയുടെയോ കഥയല്ല. ഇറ്റ്സ് അബൌട്ട് ഡ്രീംസ് ആൻഡ് ഇറ്റ്സ് അബൌട്ട് ഫ്രീഡം. സ്വന്തം ആദർശങ്ങൾക്ക് വേണ്ടി ഏതൊരറ്റം വരെ പോകണമെന്നും വേദനയിലും തകർച്ചയിലും ഒരു പുഞ്ചിരിയോടെ ലോകത്തെ നോക്കി കാണണമെന്നും
പിടിച്ചുകെട്ടാൻ ലോകം നോക്കുമ്പോഴും ചെങ്ങലകൾ ഭേദിച്ച് പറന്നുയരാൻ കഴിയണമെന്നും പഠിപ്പിച്ചൊരു സീരീസ്. അതാണ് വൺ പീസ്. 1000 എപ്പിസോഡുകൾക്കപ്പുറം ഇന്നും വൺ പീസ് ഒരു തലമുറയെ പിടിച്ചിരുത്തുന്നുണ്ടെങ്കിൽ ഓരാ ഈ തലമുറ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു.